ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ. അത് നമുക്ക് ഈ മോഡൽ എന്താണ് പറയാൻ നോക്കാം. ദ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ ആൾസോ നോൺ ആസ് ദ കാൽക്കുലസ് ഓഫ് കൺസെൻറ്റ്, അതായത് കാൽക്കുലസ് ഓഫ് കൺസെൻറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈസ് എ ഫൗണ്ടേഷണൽ ഫ്രെയിംവർക്ക് ഇൻ പബ്ലിക് ചോയ്സ് തിയറി. ഇത് പബ്ലിക് ചോയ്സ് തിയറിയിലെ ഒരു ഫൗണ്ടേഷണൽ ഫ്രെയിംവർക്കാണ്. ദാറ്റ് അനലൈസസ് ഹൗ കളക്റ്റീവ് ഡിസിഷൻസ് ആർ മെയ്ഡ് ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ്. അതായത് ഇതിൽ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗമാണിത്. എങ്ങനെയാണ് കളക്റ്റീവ് ഡിസിഷൻസ് സമൂഹത്തിൽ കളക്റ്റീവ് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ആണെന്ന് പ്രത്യേകം ആലോചിക്കുക. അതായത് ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ കളക്റ്റീവ് ഡിസിഷൻസ് എല്ലാവരും കൂടെ ചേർന്നുള്ള എല്ലാവരുടെയും കൂടെ ഒരു പൊതു തീരുമാനം അതെങ്ങനെയാണ് എടുക്കുന്നത്, അതാണ് ഇതിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ദ മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ എക്കണോമിസ്റ്റ് ജെയിംസ് ബ്യൂക്കാനൻ ആൻഡ് ഗോർഡൻ ടെർലോക്ക്. ഈ രണ്ട് എക്കണോമിക്സുകൾ ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ മോഡലിന് ഇങ്ങനെ പേര് വന്നത്. ആൻഡ് പ്രസൻറ്റഡ് ഇൻ ദെയർ ഇൻഫ്ലുവൻഷ്യൽ 1962 ബുക്ക്. അതായത് 1962 ഇവർ എഴുതിയ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേര് ദ കാൽക്കുലസ് ഓഫ് കൺസെൻറ്റ്. ഇതാണ് ഈ ബുക്കിൻ്റെ പേര്. അപ്പം ഈ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിയറി പറയുന്നത്. അതെന്ന് പറയുന്നത് ലോജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, അത് ജനാധിപത്യം ഇല്ലേ, അതിൻ്റെ ഒരു ലോജിക്കായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അത് എങ്ങനെ ആൾക്കാരുടെ പൊതുവായിട്ടുള്ളൊരു തീരുമാനം മാനിച്ച് ആ പോളിസികൾ നടപ്പിലാക്കാം എന്നാൽ ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെയാണ്, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ചോയ്സ്, ഒരു പബ്ലിക് ചോയ്സ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നാണ് ഈ തിയറി പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറിയിലെ കീ കോൺസെപ്റ്റ്സ് നോക്കാം. കീ കോൺസെപ്റ്റ്സ് ഓഫ് ദ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവ് ഡിസിഷൻ എടുക്കുന്ന എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ്. ഇതിനുണ്ടാകുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ ചിലവ് എന്നാണ് അർത്ഥം വരുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ എന്ത് കോസ്റ്റാണ് അതിൽ ഇൻവോൾവ് ആയിരിക്കും നോക്കാം. അതായത് ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് ആദ്യം നമുക്ക് നോക്കാം. അതായത് ദീസ് ആർ ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റീച്ചിങ് എ കളക്റ്റീവ് ഡിസിഷൻ. ഒരു കളക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ഒരു കോസ്റ്റ് കൂടുമെന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻ, എല്ലാ ആൾക്കാരുടെയും പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം സച്ച് ആസ് ദ ടൈം ആൻഡ് എഫേർട്ട് നീഡഡ് ടു നെഗോഷിയേറ്റ്. അതായത് അപ്പോൾ ഇവിടെ വരുന്നത് അത് എല്ലാവരിലും എത്തിച്ചേരുന്ന ആ സമയം, ഒരു നെഗോഷിയേറ്റ് ചെയ്തെടുക്കാനുള്ള സമയമുണ്ട്. പിന്നെ കോംപ്രമൈസ്, അപ്പം ചില ആൾക്കാർ ഇത് വഴങ്ങാതെ വരും, അതിനോട് വിയോജിക്കും, അപ്പോൾ അവർ കോംപ്രമൈസ് ചെയ്തെടുക്കുക, ഇങ്ങനെയുള്ള ടൈമുകളൊക്കെ ഇല്ലേ. ആൻഡ് എഗ്രി ഓൺ എ പോളിസി. അപ്പം ഇതെല്ലാം അവർ ആ പോളിസിയിൽ എഗ്രി ചെയ്യാനുള്ള സമയം, അവരുടെ കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യത, ഇതെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദ മോർ പീപ്പിൾ ഇൻവോൾവ് ഇൻ എ ഡിസിഷൻ, ഒരു ഡിസിഷനിൽ ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ ഹയർ ദ കോസ്റ്റ് ടെൻ ടു ബി. കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റും കൂടുതലായിരിക്കും, എല്ലാ ആൾക്കാരിലും എത്തപ്പെടാനുള്ള ഒരു സമയം അതൊക്കെ കൂടുതലായിട്ട് വരും. ബിക്കോസ് റീച്ചിങ് എ കൺസെൻസസ് ബിക്കം മോർ ഡിഫിക്കൽട്ട്. അതായത് പൊതുസമ്മതം എടുക്കുക എന്നുള്ളത്, ഒരു കൺസെൻസസ് എടുക്കുക എന്നുള്ളത് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് വരും ആൾക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ. അടുത്ത കോസ്റ്റാണ് എക്സ്റ്റേണൽ കോസ്റ്റ്. അതൊരു പോളിസി എടുക്കുമ്പോഴത്തേക്ക് അത് പൊതുവായിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരവസ്ഥ, അതാണ് ഇതിൽ പറയുന്നത്. അതായത് ദീസ് ആർ ദ കോസ്റ്റ് ഇമ്പോസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് ബൈ കളക്റ്റീവ് ഡിസിഷൻസ് ദാറ്റ് ദേ ഡിസഗ്രി വിത്ത്. അതായത് ഈ ഭൂരിപക്ഷം ആൾക്കാരും ഡിസഗ്രി ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കോസ്റ്റ്, അതാണ് എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പോളിസി ഈസ് ഇംപ്ലിമെൻറ്റഡ് ദാറ്റ് എ പേഴ്സൺ ഓർ മൈനോറിറ്റി ഗ്രൂപ്പ് സ്ട്രോങ്ലി ഓപ്പോസസ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി ആവാം, ഒരു ശക്തമായി എതിർക്കുകയാണ്. അപ്പോഴത്തേക്ക് ദ എക്സ്റ്റേണൽ കോസ്റ്റ് ഈസ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ബേർഡൻ ദേ ബിയർ ബിക്കോസ് ഓഫ് ദ ഡിസിഷൻ. ഈ ഡിസിഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനാണ് ഇവിടെ എക്സ്റ്റേണൽ കോസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത കീ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്റ്റിമൽ ഡിസിഷൻ റൂളാണ്. ഓപ്റ്റിമൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഏറ്റവും പര്യാപ്തമായിട്ടുള്ളത് അല്ലേ. അപ്പം ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് ആർഗ്യൂ ദാറ്റ് ദ ഐഡിയൽ ഡിസിഷൻ മേക്കിംഗ് റൂൾ ഇൻ എ ഡെമോക്രസി. ഒരു ഡെമോക്രസിയിലെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈസ് വൺ ദാറ്റ് മിനിമൈസസ് ദ സം ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സ്റ്റേണൽ കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ കോസ്റ്റ് ഏറ്റവും കുറയ്ക്കുന്ന രീതിയിൽ, ഏതിൻ്റെ എക്സ്റ്റേണൽ കോസ്റ്റിൻ്റെയും ഡിസിഷൻ മേക്കിൻ്റെയും ആ ഒരു ആകെത്തുക ഏറ്റവും കുറയ്ക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ഇതെന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ദിസ് ബാലൻസ് ലീഡ്സ് ടു, അപ്പം ഇത് രണ്ടും ഇങ്ങനെ കുറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ഒരു ബാലൻസ് ഉണ്ടാവും. ഈ ബാലൻസ് ലീഡ്സ് ടു വാട്ട് ദേ കൺസിഡർ ആൻ ഓപ്റ്റിമൽ ഓർ എഫിഷ്യൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഈ ബാലൻസ് ഏറ്റവും അവർ പറയുന്ന രീതിയിലുള്ള ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഉദാഹരണം നോക്കാം. ദ മോഡൽ, ഉദാഹരണമല്ല, ഈ മോഡൽ സജസ്റ്റ് ചെയ്യുന്നത്, ദ മോഡൽ സജസ്റ്റ് ദാറ്റ് മെജോറിറ്റി റൂൾ ഈസ് ഓഫൺ എഫിഷ്യൻറ്റ്. നേരത്തെ പറഞ്ഞ പോലുള്ള മെജോറിറ്റി റൂൾ, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ, അതെടുക്കുന്നതാണ് ഏറ്റവും എഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. അതാണ് ഒരു ഒപ്റ്റിമൽ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടാണ് ഇറ്റ് ബാലൻസസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സ്റ്റേണൽ കോസ്റ്റ്. അപ്പം ഈ ഡിസിഷൻ മേക്കിങ്ങും എക്സ്റ്റേണൽ കോസ്റ്റും തമ്മിലുള്ള എന്തൊരു ബാലൻസ് ഉണ്ടാവും. ഓക്കെ,
ഇവ തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ടായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുന്നുണ്ട്. ഇനി ചില കേസുകളിൽ എക്സ്റ്റേണൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏകകണ്ഠമായ അഭിപ്രായങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മെജോറിറ്റി ആൾക്കാരുടെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഒരാളല്ലെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് കിണർ വേണമെന്ന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ കോസ്റ്റ് കുറയ്ക്കാമെന്ന് മറ്റൊരു ചില കേസുകളിൽ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. ഹൗഎവർ ഇൻ സം കേസസ് സൂപ്പർ മെജോറിറ്റി റൂൾ, ഓക്കെ, ഓർ ഈവൻ യുനാനിമസ് കൺസെൻറ്റ്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഏകകണ്ഠേനമായ ആൾക്കാരുടെ അവരുടെ സമ്മതം മൈറ്റ് ബി പ്രിഫറബിൾ ടു മിനിമൈസ് ദ എക്സ്റ്റേണൽ കോസ്റ്റ് ഓൺ മൈനോറിറ്റീസ്. അതായത് മൈനോറിറ്റിയുടെ എക്സ്റ്റേണൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത് ചില കേസുകളിൽ ഉപകാരപ്പെടും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രേഡ് ഓഫ് നോക്കാം. അതായത് ഇവ തമ്മിലുള്ള ഒരു ബന്ധം, അത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുള്ള, ഓക്കെ, അത് പോസിറ്റീവ് റിലേഷൻ ആണോ നെഗറ്റീവ് റിലേഷൻ ആണോ എന്നുള്ളത് നോക്കാം. ഏതൊക്കെ തമ്മിലുള്ളതാണ്? ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റും എക്സ്റ്റേണൽ കോസ്റ്റും തമ്മിൽ. ഓക്കെ, അപ്പം ദ മോഡൽ ഹൈലൈറ്റ്സ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ കോസ്റ്റ്. ഇത് നോക്കാം. അപ്പം ആസ് ദ റിക്വയർമെൻറ്റ് ഫോർ എ ഹയർ ലെവൽ ഓഫ് എഗ്രിമെൻറ്റ്, ഒരു ഹയർ ലെവൽ ഓഫ് എഗ്രിമെൻ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഉദാഹരണം പറയുന്നത് യുനാനിമിറ്റിയാണ്, അത് ഒരു ഏകകണ്ഠമായ അഭിപ്രായം, അതാണ് ഇവിടെ ഹയർ ലെവൽ ഓഫ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഹയർ ലെവൽ ഓഫ് എഗ്രിമെൻറ്റ് കൂടാൻ നേരത്ത്, ഓക്കെ, ഒരു ഏകകണ്ഠമായ അഭിപ്രായം അതിൻ്റെ ഒരു സ്വാധീനം കൂടാൻ നേരത്ത് ഇൻക്രീസസ് ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് റൈസ്. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് കൂടുക. നമുക്കറിയാം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കോസ്റ്റ് കൂടുന്ന എല്ലാ ആൾക്കാരെയും സമ്മതിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ബട്ട് അപ്പം ഇവിടെ കുറയുന്ന ഒന്നുണ്ട്, ബട്ട് എക്സ്റ്റേണൽ കോസ്റ്റ് ഡിക്രീസ്, എക്സ്റ്റേണൽ കോസ്റ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരുടെ ആ സമയം അങ്ങനെയുള്ള ചില കോസ്റ്റുകളെ കുറയുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഫ്യൂവർ പീപ്പിൾ ആർ നെഗറ്റീവ്ലി അഫക്റ്റഡ് ബൈ ദ ഡിസിഷൻ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നെഗറ്റീവായിട്ട് ഈ ഡിസിഷൻ കൊണ്ട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇതിന് ഇപ്പം ഇങ്ങനൊരു ട്രേഡ് ഓഫ് ഇവിടെ വരുന്നുണ്ട്, ഒരു ബന്ധം ഇവിടെ വരുന്നുണ്ട്. കൺവേഴ്സ്ലി നേരെ തിരിച്ച് ലോവർ ത്രഷോൾഡ് ഫോർ എഗ്രിമെൻറ്റ്, അതായത് ഒരു ഉദാഹരണം പറയാം, അത് നേരത്തെ പറഞ്ഞ ഹയർ ലെവൽ ഓഫ് എഗ്രിമെൻ്റ് ആണ്, ഇവിടെ ലോവർ ത്രഷോൾഡ് ഫോർ എഗ്രിമെൻറ്റ്. ഉദാഹരണം പറയുന്നത് സിമ്പിൾ മെജോറിറ്റി. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം റെഡ്യൂസ് ഡെസിഷൻ മേക്കിംഗ് കോസ്റ്റ്, അവിടെ എന്ത് കുറയുകയാണ്? ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് കുറയുകയാണ്. പക്ഷേ ബട്ട് ക്യാൻ ഇൻക്രീസ് എക്സ്റ്റേണൽ കോസ്റ്റ്, അത് കൂടുതൽ ആൾക്കാരിൽ എത്തുന്നതുകൊണ്ട് എക്സ്റ്റേണൽ കോസ്റ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ കോസ്റ്റ് ആസ് മോർ പീപ്പിൾ മേ ബി ഇമ്പോസ്ഡ് അപ്പോൺ ബൈ ദ ഡിസിഷൻ. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ചോയ്സ് ആണ്. ഭരണഘടനാപരമായിട്ടുള്ള ആ ഒരു ചോയ്സ് ഇവിടെ കൊണ്ടുവരണം, അത് നല്ലതാണെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇപ്പോൾ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് ആർഗ്യൂ ദാറ്റ് സൊസൈറ്റീസ് ഷുഡ് ചൂസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസ്. അത് ചൂസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ്? അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൂൾസ് ഫോർ മേക്കിംഗ് ഡിസിഷൻസ്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദാറ്റ് ബാലൻസ് ദീസ് കോസ്റ്റ്, ഈ കോസ്റ്റുകളെ ബാലൻസ് ചെയ്യാൻ ഇതിന് കഴിയും, ഫണ്ടമെൻ്റൽ റൂൾസിന് കഴിയും. ഓക്കെ, ഇൻ എ വേ ദാറ്റ് റിഫ്ലെക്ട്സ് ദ പ്രിഫറൻസസ് ആൻഡ് വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി. അത് സൊസൈറ്റിയുടെ പ്രിഫറൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഈ കോസ്റ്റിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇവരുടെ അഭിപ്രായം. ദിസ് അപ്രോച്ച് വുഡ് ക്രിയേറ്റ് എ ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്ക് കൊണ്ടുവരും. ദാറ്റ് ഈസ് ബോത്ത് എഫിഷ്യൻ്റ് ആൻഡ് ജസ്റ്റ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ആയിട്ടുള്ള നീതിപരമായിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ചോയ്സ് കൂടെ കൺസിഡർ ചെയ്യണമെന്നാണ് ഇവരുടെ അഭിപ്രായം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടു പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിയിലുള്ള ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ദ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ എഫിഷ്യൻസി ഓഫ് ഡിഫറൻറ്റ് വോട്ടിംഗ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നോക്കണം. അതായത് ഈ വോട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു എഫിഷ്യൻസി അളക്കുന്നതിന് വേണ്ടിയിട്ട്, അത് അനലൈസ് ചെയ്യുന്നതിന് ഈ മോഡൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ദ ഡിസൈൻ ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് മാത്രമല്ല പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഡിസൈൻ അളക്കുന്നത്. അപ്പം ഇതെല്ലാം പബ്ലിക് ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഇത് ഉപകാരപ്പെടുന്നത്. ആൻഡ് ദ ഫോർമുലേഷൻ ഓഫ് പബ്ലിക് പോളിസിയുടെ ഫോർമുലേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ മോഡൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പം ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ വൈ സർട്ടൻ ഡിസിഷൻ റൂൾസ് ആർ പ്രിഫേർഡ് ഇൻ ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റ്. ചില വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ എന്തുകൊണ്ട് ഈ പോളിസി എടുത്തു, ഈ ഡിസിഷൻ എങ്ങനെ വന്നു. ഓക്കെ, ആൻഡ് ഹൗ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി ഡിസൈൻ ടു മിനിമൈസ് സോഷ്യൽ കോസ്റ്റ്. എങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് സോഷ്യൽ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഈ മോഡലിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ മോഡൽ കൊണ്ട്. ഇനി നമുക്ക് ഈ മോഡലിൻ്റെ ഇക്വിലിബ്രിയം കാണിക്കുന്ന ഒരു ഡയഗ്രം ഉണ്ടാവുമെന്ന് പരിശോധിക്കാം. ഇതിൽ എക്സ് ആക്സിൽ മെജോറിറ്റി റൂളാണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിൽ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 കേവുകളാണ് വരുന്നത്.
എങ്ങനെയാണ് അതിൽ ആ നേർത്ത വര എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കോസ്റ്റ് ആണ് കേട്ടോ. ആ ബോൾഡ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് ഡിസിഷൻ കോസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ഡോട്ടൽ ലൈൻ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ കോസ്റ്റും ഡിസിഷൻ കോസ്റ്റ് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ, ഓക്കെ, അത് രണ്ട് ഈക്വൽ ആവുന്ന പോയിൻ്റാണ് എക്സ്റ്റേണൽ കോസ്റ്റ്, ഡിസിഷൻ കോസ്റ്റ്. ഓക്കെ, അത് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും, ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞോ വന്നു കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം എത്തുന്നില്ല. ഇപ്പോൾ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയമായിട്ട് തീരുമാനിക്കുന്നത് ഈ മോഡലിൻ്റെ. അടുത്ത നമുക്ക് ഈ മോഡലിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. നേരത്തെ ഒരു പഞ്ചായത്ത് കിണറിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. ഇത് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പം ഇത് പറയുന്നതാണ്, ഇമാജിൻ എ ഗ്രൂപ്പ് ഡിസൈഡിങ് ഓൺ എ പബ്ലിക് ഗുഡ് ലൈക്ക് ബിൽഡിങ് എ പാർക്ക്. അതായത് ഒരു പാർക്ക് ബിൽഡ് ചെയ്യുന്നു. പാർക്ക് എന്ന് പറയുന്നത് പബ്ലിക് ഗുഡാണ്. ഇതുപോലൊരു പബ്ലിക് ഗുഡ് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഒരു പൊതു തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പം ഇഫ് ദ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ മെജോറിറ്റി റൂൾ, നേരത്തെ പറഞ്ഞ മെജോറിറ്റി റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൂടുതൽ ആൾക്കാരുടെ സമ്മതപ്രകാരമാണ് ഈ പാർക്ക് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ പാർക്ക് മൈറ്റ് ബി ബിൽഡ്, അത് പാർക്ക് പണികഴിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ആൾക്കാർ സമ്മതിച്ചതുകൊണ്ട്. ഈവൻ ഇഫ് എ സിഗ്നിഫിക്കൻറ്റ് മൈനോറിറ്റി സ്ട്രോങ്ലി ഓപ്പോസിറ്റ്, അതായത് ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷ ആൾക്കാർ അത് ശക്തമായി എതിർത്ത് കഴിഞ്ഞാൽ അത് പണികഴിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മെജോറിറ്റിയുടെ ഒരു സമ്മതം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന കോസ്റ്റുകൾ നോക്കാം നമുക്ക്. ലീഡിങ് ടു ഹൈ എക്സ്റ്റേണൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ആർക്കാണ് എക്സ്റ്റേണൽ കോസ്റ്റ് വരുന്നത്? ആ ഒരു മൈനോറിറ്റി ആൾക്കാർ, എതിർത്ത ആൾക്കാരില്ലേ, അവർക്ക് അത് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ എക്സ്റ്റേണൽ കോസ്റ്റ് വരികയാണ്. അപ്പോൾ ഇവിടെ ഹൈ എക്സ്റ്റേണൽ കോസ്റ്റാണ് വന്നത്, അത് മനസ്സിലാക്കുക. ഇതിനൊരു മറുവശമുണ്ട് കേട്ടോ. അതായത് ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ ഡിസിഷൻ റിക്വയർസ് യുനാനിമസ് കൺസെൻറ്റ്, അതായത് ഒരു ഏകകണ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർക്ക് ഉള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ പാർക്ക് മൈറ്റ് നെവർ ബി ബിൽറ്റ്, അത് ഒരിക്കലും പണി കഴിക്കപ്പെടില്ല. എന്താണ്? ഡ്യൂ ടു ഹൈ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ്. അത് ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് വളരെ ഹൈ ആണ്. വളരെ മൈനോറിറ്റി, അതുകൊണ്ട് ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ്, അത്രയും ആൾക്കാരുടെ ഡിസിഷൻ ചോദിച്ച് അവരുടെ സമ്മതം, മെജോറിറ്റി ആൾക്കാരെ സമ്മതിപ്പിച്ചെടുക്കേണ്ട ഒരു കോസ്റ്റ് അവിടെ ഉണ്ട്. അപ്പം ഇവിടെ കൂടുന്നത് ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റാണ് കൂടുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ദ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ വുഡ് അനലൈസ് ദിസ് സെനാരിയോ ടു ഡിറ്റർമൈൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഡിസിഷൻ റൂൾ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ റൂൾ ഏതാണ്, എങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്ന് ഈ മോഡൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ കൊണ്ട് ഇതെന്താണ് ചെയ്യുന്നത്? ബാലൻസിങ് ദ കോസ്റ്റ് ടു റീച്ച് ആൻ ഓപ്റ്റിമൽ ഔട്ട്കം. അതായത് ഈ രണ്ട് കോസ്റ്റും കൂടെ ബാലൻസ് ചെയ്ത് ഒരു ഓപ്റ്റിമലായിട്ട് ഒരു പര്യാപ്തമായിട്ടുള്ള ഔട്ട്കമ്മിൽ എങ്ങനെ എത്തുന്നു ഈ മോഡലിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓവറോൾ, അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്യൂക്കാനൻ ആൻഡ് ടെർലോക്ക് മോഡൽ പ്രൊവൈഡ്സ് എ റിഗറസ് വേ, വളരെ കർക്കശമായിട്ടൊരു രീതിയിലാണ് ഇത് നീങ്ങുന്നത്. വേ ടു തിങ്ക് അബൌട്ട് ഹൗ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് ക്യാൻ ഡിസൈൻ ദെയർ ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെ ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് പോളിസിയിലേക്ക് എങ്ങനെ എത്താമെന്ന് വളരെ കർക്കശമായിട്ടുള്ളൊരു നിലപാടിലേക്കാണ് ഇതെത്തുന്നത്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ടു ബി ബോത്ത് എഫിഷ്യൻ്റ് ആൻഡ് ഫെയർ, നല്ല എഫിഷ്യൻറ്റും ഫെയറുമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എങ്ങനെ കർക്കശമായിട്ട് എത്താം എന്ന് ഈ മോഡൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.